വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലത്തിന്റെ ഈ സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവജനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടുമുള്ള ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ ഈ രാത്രികാലം ദൈവത്തിൽ അറിയിക്കുകയാണ്. ഓൺലൈനിലൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടുള്ള സ്നേഹവന്ദനത്തെ ദൈവം ഈ സന്ധ്യയിൽ ഈ രാത്രികാലം ഞങ്ങൾ ദൈവത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആരാധനയുടെ 15ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം എത്രത്തോളം നമ്മളെ ബലപ്പെടുത്തി സഹായിച്ചു അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അനേകർക്ക് ഇവിടെ കടന്നു വരുവാനും ആരാധനയിൽ പങ്കുചേരുവാനൊക്കെ ദൈവം സാവകാശം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും അതുപോലെ തന്നെ എല്ലാവരും കൂടി വരുമെന്നും കൂടുതലായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കുമെന്നും നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമാണ് ജനത്തെ കൂട്ടിവരുത്തുന്നത്. ദൈവമാണ് ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ആലയത്തെ ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ജനം കൂടി വരേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ, സ്തോത്രം. ഈ ദേശത്ത് അതുപോലെ തന്നെ കേരളത്തിലെ ഏത് ഭാഗത്തും അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടുന്നാണെങ്കിലും ദൈവത്തെ ആരാധിക്കുവാനായി ഇവിടെ കടന്നു വരുവാനുള്ള സാവകാശമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഓൺലൈനിലൊക്കെ ശ്രമിക്കുന്ന ദൈവങ്ങളോട് ഹല്ലേലൂയ, സ്തോത്രം പറയുവാനുള്ളത്, കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് വാഗമൺ. വാഗമണിന്റെ ഹൃദയഭാഗത്ത് ഈ പൈൻ വാലിയില് ആണ് നമ്മുടെ ആരാധന. എബിനെസർ വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞ് കൊണ്ടുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വൈകുന്നേരമാണ് നമ്മുടെ ആരാധനയെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരുന്നവർക്ക് സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ ആരാധിക്കാം. വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ് നമ്മുടെ ആരാധന. ഹല്ലേലൂയ, സ്തോത്രം. പോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്കാനുള്ള സൗകര്യങ്ങളും ഈ ആലയത്തിലുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നെ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇത്രയും വിശാലമായ രീതിയിൽ ദൈവം പല കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇനിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല സൗണ്ട് സിസ്റ്റം വേണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അത് എത്രയും വേഗം തന്നെ കൊണ്ടുവരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കർട്ടന്റെ കാര്യങ്ങൾ ഫ്രെയിമെല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഇത് മുഴുവനും ദൈവസന്നിധിയിൽ കർട്ടനൊക്കെ ഇട്ട് അവിടെ എല്ലാം മറച്ച് നമ്മുടെ ആ ഏരിയയെല്ലാം മറച്ച് നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മുടെ ആലയം കാണും. അതുപോലെ തന്നെ റോബിനെ ഒരു കാര്യം ദൈവസന്നിധി പറഞ്ഞേൽപ്പിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഇതിന്റെ സീലിങ്ങിനുള്ള അളവെടുത്ത് ഈ ഭാഗം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് പാർട്ട് മൊത്തം ഒരുമിച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഭാഗം വരെയുള്ള ഭാഗം നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ എല്ലാം ക്രമീകരിച്ച് ചെയ്യാം. അതിനുള്ള കാര്യങ്ങൾ രാജേഷുമായിട്ട് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഞായറാഴ്ച ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാകരുത്. അപ്പൊ അതിനു മുമ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടും ദൈവസന്നിധിയിൽ സീലിംഗ് ചെയ്യണം. സൗണ്ട് സിസ്റ്റം വേണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ദൈവം തക്ക സമയത്ത് ഒരുക്കി തരട്ടെ. ജനത്തെ ദൈവം കൂട്ടിവരുത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പോയി പറഞ്ഞിരിക്കുന്നതും നമ്മൾ പോയി പ്രാർത്ഥിച്ചിരിക്കുന്നതും നമ്മുടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നവരുമായിട്ടുള്ളവർ നോക്കിയാൽ ഇവിടെ എണ്ണം തികയത്തില്ല. അതുപോലെ ഈ കസാര നിറയാത്ത രീതിയിൽ ആൾക്കാർ വരേണ്ടതുണ്ട്. എങ്കിലും പലവിധமான സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പലർക്കും കടന്നു വരാൻ സാധിക്കുന്നില്ല. എങ്കിലും അവരൊക്കെ പിന്നത്തേതിൽ അതിൽ കടന്നു വരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിൻ്റെതായിട്ടുള്ള മായാമോഹങ്ങളിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പൈസ മുടക്കിയാണെങ്കിലും നമുക്ക് പോകും. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മളിവിടെ കാണുന്നതാണ്. നമ്മുടെ ഈ ഇവിടുത്തെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിന് വരുന്ന കുഞ്ഞുങ്ങളെ വെച്ച് നോക്കിയാൽ പോലെ നമുക്കറിയാം 4000, 5000 രൂപ കൊടുത്തിട്ടാണ് ടൂറിന് വരുന്നത്. ഇവിടെ വന്ന് സൗണ്ട് സിസ്റ്റം ഇങ്ങനെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അവർ പാടി ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ആരാധന നടത്താൻ ഇവിടെ നമ്മൾ എത്രയോ പേരെ വിളിച്ചു. ഇന്നലെ ഒരാളെന്തൊക്കെ പറഞ്ഞു, നാളെ ഉറപ്പായിട്ടും വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യനെ നമ്മളെ ഒരു രസിപ്പിക്കുവാനും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇച്ചിരി കൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുഖിപ്പിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഞാൻ പറയും, തീർച്ചയായിട്ടും പറ്റും. അവര് വന്നാലും വന്നില്ലേ എനിക്കെന്നെ സുഖം ലഭിക്കാനാണ്. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന സ്വർഗമാണിത് കാണുന്നത്. ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവമാണിത് കാണുന്നത്. അല്ലെങ്കിൽ തന്റെ സന്നിധിയിൽ കൂടി വരുന്ന ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ട നമ്മുടെ ആവശ്യം.
നല്ലത് തിരഞ്ഞെടുക്കേണ്ടത് നല്ലത് ആവശ്യമാണ്. ലോകമാണോ നിനക്ക് വേണ്ടത്, ദൈവമാണോ വേണ്ടതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മൾ തിരഞ്ഞെടുക്കുക. ബാക്കി നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു പോകാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം. ഇതാ ഞാനിന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കും. മതി കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയ്ക്കായി സ്തോത്രം. ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഹല്ലേലൂയ സ്തോത്രം. എന്താണെന്ന് അറിയാവോ? നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ വയ്ക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, ജീവനും എന്താണ് ഗുണവും, ജീവനും ഗുണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. തിരഞ്ഞെടുക്കേണ്ട നമ്മുടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ മുമ്പിൽ ജീവൻ വെച്ചിട്ടുണ്ട്, ഗുണമായിട്ടുള്ളത് വെച്ചിട്ടുണ്ട്, ദോഷമായിട്ടുള്ളതും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. ഇത് ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം. ഹല്ലേലൂയ. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലെ? ദൈവം ആദിയിൽ എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ അവിടെ തോട്ടത്തിലാക്കി, അല്ലേ? തോട്ടത്തിലാക്കി കഴിഞ്ഞിട്ട് അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ, അവിടെ നല്ല വൃക്ഷങ്ങളെ ദൈവം നിർമ്മിച്ചു. അതാത് തരം നല്ല ഫലങ്ങളെ കൊടുക്കുന്ന നല്ല വൃക്ഷങ്ങളെ ദൈവം സൃഷ്ടിച്ചു. പക്ഷെ അതിന്റെ ഒത്ത നടുവില് നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന ഒരു വൃക്ഷവും അവിടെ വെച്ചു. പക്ഷെ എന്നിട്ട് ദൈവം ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനുള്ള സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ ഈ പറയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ ബൈബിളില്ലേ? അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം നേരത്താണ്. ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. 2-ാം അധ്യായം 16-17 ഒന്ന് വായിച്ചാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, ഇഷ്ടം പോലെ കഴിക്കാൻ പോകണം, ഇഷ്ടം പോലെ കഴിക്കാം. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷേ എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളെ നീ മരിക്കും. ഹല്ലേലൂയ. അപ്പൊ അന്നേ ജീവൻ മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മരണവും അന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ തെരഞ്ഞെടുത്ത എന്നതാ? മനുഷ്യൻ തെരഞ്ഞെടുത്ത എന്നതാ? ഹല്ലേലൂയ. മരണമാ തെരഞ്ഞെടുത്തത്. ഇഷ്ടം പോലെ കഴിക്കാം, എല്ലാ വിവിധതരമായ വൃക്ഷങ്ങളുണ്ട്, അതിന്റെ പഴങ്ങളെല്ലാം കഴിക്കാം. പക്ഷെ അതെല്ലാം വിട്ടേച്ച് ചെന്ന് ഈ ഒരൊറ്റ ഒരു ഇതില്, അല്ലെ, ഈ ഒരൊറ്റ ഇതില് പോയി അവിടെ പോയി നമ്മൾ കഴിക്കും. അല്ലേ? ഇപ്പൊ വാഗമണ്ണില് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വാഗമണ്ണിൽ പുതിയ ബീവറേജ് വന്നിട്ടുണ്ട്. അത് ഇച്ചിരി മാറിയ, വാഗമൺ ടൗണിനോട് മാറിയ ബീവറേജ് വെച്ചിരിക്കുന്നത്. ഞാൻ സ്ഥലമൊന്നും പറഞ്ഞിരുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് അവിടെ പോകും. സ്ഥലം എവിടെന്ന് ചോദിച്ചിട്ട് യൂട്യൂബിലും ഇതിലും നോക്കുന്നുണ്ടല്ലോ. അപ്പൊ വാഗമണ്ണില് ടൗണിൽ എത്ര കടകളുണ്ടെന്ന് ഇപ്പൊ എണ്ണാൻ പറ്റുമോ? പണ്ട് ചെറിയ പുൽമേഞ്ഞ കുറെ ചെറിയ ചെറിയ കടകളേ ഉള്ളൂ. നമുക്ക് പറയാമായിരുന്നു, ഓരോരുത്തരുടെ കടകളുടെ പേര് പറയായിരുന്നു, അല്ലെ? മോളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൈക്കിളിന്റെ, അല്ലെ? ഓരോ കടകളുടെ പേര് പറയായിരുന്നു, ഇന്ന ആളുടെ. പക്ഷെ ഇന്ന് വാഗമണ്ണിൽ സ്ഥിര താമസിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല വാഗമണ്ണിൽ എത്ര കടകളുണ്ടെന്ന്. എവിടുന്നൊക്കെയോ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇഷ്ടംപോലെ കടകൾ നടത്തുന്നു. നല്ല നല്ല ഭക്ഷണങ്ങൾ, നല്ല നല്ലതായിട്ടുള്ള പാനീയങ്ങൾ വിൽക്കുന്നതായിട്ടുള്ള എത്രയെത്ര കടകളുണ്ട്. പക്ഷെ ഈ കടയിൽ നിന്നൊന്നും പാനീയം കുടിക്കാതെ, ഈ കടകളിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കാതെ, അല്ലെ ഈ കടകളിൽ നിന്നുള്ള നന്മയ്ക്കായിട്ടുള്ള ഒന്നും കഴിക്കാതെ അങ്ങ് മാറി ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിലോട്ട് ചറപുറ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നത്. അവിടെ പോയിട്ട് അവിടുന്ന് മേടിച്ച് കുടിച്ചാലേ ശരിയാകത്തുള്ളൂ.
എന്ന് പറഞ്ഞതില്ല. മനുഷ്യന്റെ മുമ്പിൽ നന്മ എത്ര വെച്ചാലും അനുഗ്രഹം എത്ര വെച്ചാലും ഹല്ലേലൂയ സ്തോത്രം, മരണത്തിൻ്റെതായിട്ടുള്ള ഒരു വഴി ഒരിടത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തേടി പിടിച്ചുപോയി അവിടുന്ന് എടുക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതാണ് പണ്ടേ ഉള്ളതാണ് ഈ പാരമ്പര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫലം കഴിക്കരുത്, ഇത് കഴിച്ചാൽ മരണമാണെന്ന് പറഞ്ഞു. അവിടെ പോയി കപ്പിയെടുത്ത് അത് കഴിക്കുവാൻ തങ്ങളുടെ വെക്കരുത്. ഹല്ലേലൂയ. അന്ന് മുതൽ ഹല്ലേലൂയ മരണവും വേദനയും ശാപവും ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ മുമ്പിൽ ഇതാ ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, ആവർത്തന പുസ്തകം 30-ാം